ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ പിറന്നാൾ സദ്യ കഴിക്കുന്നത് കാണുന്ന മുത്തശ്ശി നേരെ പ്രതാപൻ്റെ അടുത്ത് ചെന്നിട്ട്, നിന്റെ ഭാര്യയും ലക്ഷ്മിയും കണ്ണനും അവിടെ ഇരുന്ന് പിറന്നാൾ സദ്യ വെട്ടി വിഴുങ്ങാണെന്നെല്ലാം പറയുമ്പോൾ അവളുടെ ജീവിതത്തിലെ അവസാനത്തെ സന്തോഷമല്ലേ അമ്മേ. പിന്നെ മോഹിനിയുടെ പിറന്നാളും ലക്ഷ്മിയുടെ ആണ്ടും ഏതായാലും ഒരു ദിവസം നടത്താൻ പറ്റില്ല. കാരണം 2 ദിവസം എടുക്കുമല്ലോ അവൾ മുകളിലേക്ക് പോകാൻ എന്ന് പറയുന്നുണ്ട് പ്രതാപൻ. എങ്കിലും ആ മാർക്കോയെ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്ന് മുത്തശ്ശി പറയുമ്പോൾ, നിങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് നിങ്ങളെ അവരെന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്നെ ചിലപ്പോൾ കൊല്ലുമായിരിക്കും. കൊല്ലുകയാണെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. എന്തായാലും മോളുടെയും ഉണ്ണിമോൻ്റെയും മനസ്സമാധാനം കളയാനായിട്ട് ലക്ഷ്മിയും കണ്ണനും ഇനി കമലേശ്വരം തറവാടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പ്രതാപൻ. പിന്നീട് വാമൻ്റെ മുറിയിലെത്തുന്ന തോമസ് ഡോക്ടർ ഇനി ഇവിടെ കിടന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്നും തന്ന മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിച്ച് അടുത്ത മാസം ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നാൽ മതി, ഡിസ്ചാർജ് വാങ്ങി പോയിക്കോളാനും പറയുന്നുണ്ട്. തുടർന്ന് മേഘനെക്കുറിച്ച് തോമസ് ഡോക്ടർ വാമന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മകന് ആരോടും ഒരു സ്നേഹമോ ആത്മാർത്ഥതയോ ഒന്നും തന്നെയില്ല. വയ്യാതിരിക്കുന്ന അച്ഛൻ ഒരു ബാധ്യതയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ എടുക്കാൻ പോലും ഇയാൾ മടിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ പോകാൻ തുടങ്ങുന്നതും തോമസ് ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് സാഗർ പോകുന്നത് മേഘൻ കാണുന്നുണ്ട്. അപ്പോൾ സാഗറിനെ കെണിയിൽപ്പെടുത്താനുള്ള എന്തോ ഒരു ചതി മേഘൻ ആസൂത്രണം ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണനും മഹാലക്ഷ്മിയും സാഗറും ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിന് ആശ്രയം ഞാൻ മാത്രമേ ഉണ്ടാകൂ. അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്നെല്ലാം മേഘം പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല അവൾ ഇനി നിൻ്റെ അരികിലേക്ക് മടങ്ങി വരുമെന്ന്. കാരണം പെണ്ണൊരാളെ വെറുത്ത് കഴിഞ്ഞാൽ അത് വെറുത്തതാണെന്നെല്ലാം വാമൻ പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് മേഘന്. അങ്ങനെ സാഗറും തോമസ് ഡോക്ടറും പോകുന്ന സമയത്ത് ഇതേ സമയം ബൈക്കിൽ 2 ചെറുപ്പക്കാർ അവരെ ഫോളോ ചെയ്തുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ചെല്ലുന്നതും തോമസ് സാറ് ഒരു ഓഫീസിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാഗറാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോൾ ഈ സമയത്ത് മഞ്ജു സാഗറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കി ആ ഫോളോ ചെയ്തുകൊണ്ട് വന്ന ചെറുപ്പക്കാർ കാറിൻ്റെ ഡോറ് തുറന്ന് കാറിൻ്റെ ഡാഷ് ബോർഡിൽ എന്തോ ഒരു പാക്കറ്റ് വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം മോഹിനിയുടെ പിറന്നാൾ ഗ്രാൻഡ് ആക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന്. വീടെല്ലാം നല്ല പോലെ തന്നെ അലങ്കരിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നൊരു വലിയൊരു കേക്കും മഹി ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് പ്രതാപിനും മുത്തശ്ശിക്കും കരുണയ്ക്കും അസൂയയും കുശുമ്പും അടക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഇന്നത്തോടെ മാത്രമേ ഉള്ളൂ ഇവരുടെ ഈ സന്തോഷം. നാളെ ഇവരെ കാത്തിരിക്കുന്നത് നെഞ്ചത്തടിയും നിലവിളിയുമാണല്ലോ എന്നോർത്ത് സമാധാനിക്കുകയാണ് അവർ. മോളുടെയും മരുമോൻ്റെയും കൂടെയുള്ള അവളുടെ അവസാനത്തെ പിറന്നാളാണെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ വീടെല്ലാം അലങ്കരിച്ച് വലിയൊരു കേക്കൊക്കെ മുറിക്കണം അച്ഛ എന്ന് കരുണ പറയുമ്പോൾ, അത് പിന്നെ പറയാനുണ്ട് മോളെ. അപ്പോഴേക്കും മോളുടെ കുഞ്ഞു എങ്ങ് എത്തും. അപ്പോൾ പിന്നെ നമുക്ക് വലിയൊരു ആഘോഷം തന്നെ വയ്ക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. നാളെ മുതൽ ഇവിടെ പൂരം തുടങ്ങാൻ പോവാം. അതിനു മുൻപ് നമ്മുടെ ശത്രുക്കൾ പരമാവധി അങ്ങ് സന്തോഷിക്കട്ടെ. നാളെ അവരുടെ പരക്കം പാച്ചിൽ കണ്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി മോഹിനിയെ ഹോളിലേക്ക് കൊണ്ടുവരുന്നു. ശേഷം മോഹിനി കേക്ക് മുറിക്കുന്നുണ്ട്. മഹിയും കരുണയും മോഹിനിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ഇന്നത്തോടെ എല്ലാ സന്തോഷങ്ങൾക്കും അവസാനം ഉണ്ടാകുന്ന ദിവസമാണല്ലോ എന്നുള്ള ആശ്വാസത്തിൽ മതിമറന്ന് കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം മോഹിനിയും മഹിയും കേക്ക് പരസ്പരം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഒരു പീസ് കേക്ക് കരുണയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ മോഹിനി. നിൻ്റെ ഭാര്യയെ ഇതുവരെ ഇങ്ങനെ സന്തോഷിച്ച് കണ്ടിട്ടില്ല പ്രതാപ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, ഇന്നുകൂടിയല്ലേ ഉള്ളൂ അമ്മേ ഈ സന്തോഷവും ചിരിയൊക്കെ. നാളെ മുതൽ അവൾക്ക് പിന്നെ കണ്ണീരൊഴിഞ്ഞിട്ടില്ല നേരം കാണില്ല എന്നെല്ലാം അവരിങ്ങനെ പരസ്പരം അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ശേഷം മോഹിനി കണ്ണനും കേക്കിൻ്റെ ഒരു പീസ് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതാപനും മുത്തശ്ശിക്കും ഒട്ടും സഹിക്കുന്നില്ല. ശേഷം ഇനി നിങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ മൊബൈലിൽ ഒരു ഫോട്ടോ എല്ലാവരും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പിറന്നാളുടെ ആഘോഷമൊക്കെ കഴിച്ചു പൊളിച്ചതിന് ശേഷം കണ്ണനും മഹാലക്ഷ്മിയും തിരികെ കമലേശ്വരത്തേക്ക് പോകുന്നു. അവർ പോയതിന് ശേഷം ഇന്ന് രാത്രി തന്നെ അവളുടെ ശരീരത്തിൽ ആ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുമോ മുത്തശ്ശി എന്ന് കരുണ ചോദിക്കുമ്പോൾ, അത് പറയാൻ പറ്റില്ല മോളെ, ഏറിയാൽ 2 ദിവസം, അത് അത്ര മാത്രമേ അവൾക്ക് ആയുസുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹിയും കമലേശ്വരത്ത് എത്തുന്നു. അപ്പോൾ ദുർഗയാണ് ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നത്. എന്താ കണ്ണാ നിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇവളുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞോ?
അല്ല ഇത്തവണത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നെല്ലാം ദുർഗ കുത്തി ചോദിക്കുമ്പോൾ അന്ന് വലത് കാലിൻ്റെ വിരൽ ചെറുതായിട്ടൊന്ന് അനങ്ങിയതല്ലാതെ പിന്നെ കണ്ണേട്ടന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ദുർഗയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല ചുട്ട മറുപടി മഹാലക്ഷ്മി കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ ആങ്ങള അവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. അവിടെ വെച്ച് മേഘനും എൻ്റെ കാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഒരു ശ്രമം നടത്തി. അത് മനസ്സിലാക്കി തോമസ് വൈദ്യൻ അവന് നല്ലത് കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് അവനോട് ജീവിക്കാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നു. അതിനുശേഷം കരുണ ഉണ്ണിയെ വിളിച്ചിട്ട് എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടന്നു ഉണ്ണിയേട്ടാ. ഇത്തവണ ഒരു മണ്ടത്തരവും പറ്റിയിട്ടില്ല. അവളും അയാളും ആ പായസം ആസ്വദിച്ച് കഴിക്കുന്നത് ഞാനും മുത്തശ്ശിയും കണ്ടതാണ്. എന്തായാലും ഉണ്ണിയേട്ടൻ റെഡി ആയിട്ടിരുന്നു അയാളുടെ കസേരയിൽ കയറിയിരിക്കാൻ. അവളുടെ കസേരയിൽ കയറിയിരിക്കാൻ ഞാനും റെഡിയാണെന്നെല്ലാം സന്തോഷത്തോടെ പറയുന്നുണ്ട് കേട്ടോ. ഏറിയാൽ 2 ദിവസം അതിനകം തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതായത് പിറന്നാൾ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം കരുണ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആ വിഷം ചേർത്ത പായസം എടുത്ത് കുടിച്ചിട്ടുണ്ട്. പിന്നീട് ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട് അവനെയും അവളെയും കണ്ടിട്ട് ഇത്ര മാരകമായിട്ടുള്ള വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ എന്നുമെല്ലാം പറയുമ്പോൾ പാൽപ്പായസത്തോടൊപ്പം ചെന്നിട്ടുള്ള ആ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ അമ്മേ. അവർക്ക് ചിലപ്പോൾ നാളത്തോടെ മാത്രമേ എന്തെങ്കിലും അസ്വസ്ഥതയും ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. കണ്ണേട്ടൻ്റെ ബോഡി വീക്കായതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ തന്നെ ആ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് ഉണ്ണി പറയുമ്പോൾ അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട് ദുർഗ. പിന്നീട് മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. തുടർന്ന് തൻ്റെ കൈ പിടിച്ച് നടക്കണമെന്ന് എനിക്കൊരാഗ്രഹം എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അത് വേണോ കണ്ണേട്ട എന്ന് മഹി ചോദിക്കുമ്പോൾ വേണം മഹി, ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ അതിനിടയിൽ അവർ രണ്ടുപേരും കൂടി കണ്ണൻ ബെഡിലേക്ക് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്ന് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് കരുണയ്ക്ക് വയറ്റിൽ ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. കരുണയാണെങ്കിൽ വയറുവേദന എടുത്ത് അലറി വിളിച്ച് കഴിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുണയുടെയും നിലവിളി കേട്ട് പ്രതാപനും മുത്തശ്ശിയൊക്കെ ശരിക്കും വല്ലാതാവുന്നുണ്ട്. മോഹിനിയും ആകെ വല്ലാതാവുന്നു. തുടർന്ന് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. മോഹിനി ഉണ്ടാക്കിയ സദ്യയിൽ നിന്നും എന്തോ മോൾക്ക് വയറ്റിന് പിടിക്കാത്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മോഹിനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പ്രതാപൻ നേരെ ഉണ്ണിയെയും വിളിച്ച് വിവരം പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ കരുണയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മോഹിനിയാണെങ്കിൽ കരുണയ്ക്ക് സംഭവിച്ച ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് മഹാലക്ഷ്മിയെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. അപ്പോൾ മഹിക്കാണെങ്കിലും അത് കേട്ട് ഹൃദയം തകർന്നു പോകുന്ന മഹിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്